140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഫുട്ബോൾ കളിക്കാൻ കൊള്ളാവുന്ന ഒരു 11 പേരെ കിട്ടാനല്ലേ? ഈ ചോദ്യം പലപ്പോഴും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചായക്കടകളിലോ ക്ലബ്ബുകളിലോ സോഷ്യൽ മീഡിയയിലോ ആരെങ്കിലും ചോദിക്കുന്നോ കേട്ടിട്ടുണ്ടാവും. വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു മിഥ്യയാണ് ഈ ഒരു ജനസംഖ്യാ കണക്ക്. നമ്മളിപ്പോൾ ഉള്ളത് 2026-ലാണ്. അമേരിക്കയിലും കാനഡയിലുമായി ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കെ ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ ആരാധകർ അർജന്റീനയ്ക്കും ബ്രസീലിനും ഫ്രാൻസിനും വേണ്ടി കട്ടൗട്ടും ഫ്ലെക്സും വെച്ച് ആഘോഷിക്കുന്നു. പക്ഷേ ഒരു ഇന്ത്യൻ ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ 2026 നമുക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കാൻ കഴിയാത്തത്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫുട്ബോളും ജനസംഖ്യയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. വെറും 3.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള രാജ്യമായ ഐസ്ലാൻഡ് വേൾഡ് കപ്പിന് വേണ്ടി കളിച്ചു. 40 ലക്ഷത്തിൽ മാത്രം ജനസംഖ്യയുള്ള രാജ്യമായ ക്രൊയേഷ്യ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ റൗണ്ട് വരെ എത്തി. യൂറോപ്യൻ എന്ന രാജ്യം 2 തവണ വേൾഡ് കപ്പ് അടിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ യഥാർത്ഥ പ്രശ്നം ജനസംഖ്യയല്ല, ആ ജനസംഖ്യയിൽ കൃത്യമായി ഒരു പ്രൊഫഷണൽ സിസ്റ്റത്തിലൂടെ എത്ര പേര് ഫുട്ബോൾ കളിക്കുന്നു എന്നതാണ് പ്രധാനം. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ 90% പേരും ഫുട്ബോൾ TV-യിൽ മാത്രം കാണുന്നവരാണ്. ഇനി കളിക്കുന്നവരാവട്ടെ, അതിൽ ബഹുഭൂരിപക്ഷം പേർക്കും കൃത്യമായി ബൂട്ട് കെട്ടാനോ അല്ലെങ്കിൽ ഒരു ടർഫിൽ കളിക്കാനോ ഉള്ള ഭാഗ്യമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ വേൾഡ് കപ്പ് കളിക്കും?